ഹായ് കൂട്ടുകാരെ, ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ കറി വെക്കാൻ പോകുന്നത് പന്നിയിറച്ചിയാണ് കേട്ടോ. അത് 1 കിലോ പന്നിയിറച്ചി എടുത്തിട്ടുണ്ട്. അതെങ്ങനെയാണ് കറി വെക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം പന്നിയിറച്ചി വലിയ കഷ്ണങ്ങളാർന്ന് അത് ചെറുതായി നുറുക്കിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം നല്ലോണം ക്ലീൻ ചെയ്തെടുത്തു. അതിനുശേഷം അത് ഒരു 3-5 പ്രാവശ്യം കഴുകിയെടുത്തതിന് ശേഷം അതിലോട്ട് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഒരു 3 ഉള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളിയാണ് 3 അപ്പോൾ അത് ചെറിയൊരു 3 ഉള്ളി എടുത്തിട്ടുണ്ട്. അത് നല്ലോണം കഴുകിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു 3-4 പച്ചമുളക് അതും ഇതുപോലെ തന്നെ കീറിയിട്ടിട്ടുണ്ട്. അതിനുശേഷം ഒരു ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇഞ്ചി നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇഞ്ചി. അതിനുശേഷം ഒരു 3-5 5-6 ചുള വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നീട് അടുപ്പ് കത്തിച്ചിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് ലേശം എണ്ണ ഒഴിച്ചതിന് ശേഷം എണ്ണ ചൂടായി കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കുന്ന കേട്ടോ. പന്നിയിലോട്ടുള്ള അരപ്പ് തയ്യാറാക്കുന്നതാണ്. അതിൻ്റെ ഉള്ളിലോട്ട് ഒരു പെരിഞ്ജീരകം ഇല്ലേ, വലിയ ജീരകം, അതൊരു ലേശം അതിൻ്റെ അകത്തോട്ടിട്ടു. അതിന് ശേഷം വെളുത്തുള്ളിയും പച്ചമുളകും ഈ അരിഞ്ഞു വെച്ച ഉള്ളി ഇഞ്ചി എല്ലാം കൂടി ആ എണ്ണയിലോട്ട് ഇട്ടിട്ട് അത് നല്ലോണം വഴറ്റിയെടുക്കുന്നുണ്ട്. അതിന് മുമ്പ് കറുവാപ്പട്ടയും ഏലക്കയും ഗ്രാമ്പും ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് ഇതുപോലെ തന്നെ അതിൻ്റെ അകത്തോട്ട് ഇട്ടിട്ടുണ്ട്. അത് നല്ലോണം അടുപ്പിൽ വെച്ച് നല്ലോണം വഴറ്റിയെടുക്കുക. മുളകൊക്കെ നല്ലോണം ഉള്ളിയും മുളകും ഇതെല്ലാം നല്ലോണം വാടിക്കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഉള്ളിലോട്ടേക്ക് ഒരു ലേശം ഉപ്പ് ഇട്ടുകയാണ്. എണ്ണയിൽ കിടന്ന് പെട്ടെന്ന് വാടുകയും ചെയ്യും. പിന്നെ നമുക്ക് കറിക്ക് പ്രത്യേകിച്ച് ഉപ്പിടേണ്ട ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ അതും ഇതിൻ്റെ കൂടെ തന്നെ ചെയ്യുന്നുണ്ട്. അത് നല്ലോണം ഇതാക്കി കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലോട്ട് മസാലകൾ എല്ലാം കൂടെ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ മസാല ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന മസാലയാണ്, പുറത്തുനിന്ന് മേടിക്കുന്നതൊന്നും അല്ല കേട്ടോ. അത് നല്ലോണം അതിൻ്റെ ഉള്ളിലോട്ടേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നല്ലോണം സെറ്റാക്കിയിട്ടുണ്ട്. അതിനുശേഷം കുക്കറിൻ്റെ മൂടി എടുത്ത് കുക്കറിലാണ് ഞാൻ ഇറച്ചി തയ്യാറാക്കുന്നത് കേട്ടോ വെക്കുന്നത്. അപ്പോൾ അത് കുക്കറിൽ നല്ലോണം അടച്ചു വെച്ചിട്ടുണ്ട്. ഒരു 3 കൂവുമ്പോൾ ഓഫാക്കുക. 3 കൂവി കഴിഞ്ഞ് കഴിയുമ്പോൾ കറി നല്ലോണം വെന്തിട്ടുണ്ടാവും. 3 വിസിൽ വരുമ്പോൾ ഓഫാക്കുക. അപ്പോൾ ഇവിടെ കറി ഇപ്പോൾ വിസിൽ വന്ന് വെന്തിട്ടുണ്ട് കേട്ടോ. നല്ലോണം തണുത്തൊക്കെ കഴിഞ്ഞ് നമ്മുടെ കറി നല്ലോണം സെറ്റായിട്ടുണ്ട്. അപ്പോൾ എല്ലാ മസാലയും നല്ലോണം ഇതിൻ്റെ അകത്ത് പിടിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം നല്ലോണം